ഹലോ, ഹെഡ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ എന്താ ഡിഷെന്ന് മനസ്സിലായല്ലോ. സംഭവം വളരെ ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഈ ഡിഷ് ഉണ്ടാക്കിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തിരിക്കും. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ന്യൂ ഇയറിനൊക്കെ എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയത്. എന്നത്തെയും പോലെ തന്നെ ചോറ് നമ്മൾ വറ്റിച്ചെടുത്തതാണ്, ഒന്നിലൊന്നേ തൊടാതെ കിടക്കുന്നത് കണ്ടോ. ഭയങ്കര ടേസ്റ്റിയാണ് സംഭവം. അപ്പം നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ ബിരിയാണി ആക്ച്വലി ഞാൻ പോയില്ല കേട്ടോ, ജോസാന പോയി മേടിച്ചേ. അവിടെ നിന്ന് എനിക്ക് വിളിച്ച് ചോദിച്ചായിരുന്നു എങ്ങനെയുള്ള. ഞാൻ പറഞ്ഞു കൊടുത്തു, പക്ഷേ അവർ തന്നു വിട്ടത് ബസ്മതി, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി ഗോൾഡാണ്. ഇത് കുറച്ചുകൂടി വേവുണ്ട്. ഞാൻ സാധാരണ വെള്ള കളറിലാണ് മേടിക്കുന്നത്, നമ്മുടെ സാധാ ചോറ് വെക്കുന്ന വെള്ളയരിയില്ലേ, ആ കളറിലാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അതും അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ഇത് അതിനേക്കാളും വേവുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം കുതുക്കേണ്ടത് അത്യാവശ്യമാണ്, എങ്കിലേ നമുക്ക് നല്ല വെന്തും കിട്ടത്തുള്ളൂ, സോഫ്റ്റായിട്ടുള്ള ചോറും കിട്ടത്തുള്ളൂ. അപ്പോൾ ബിരിയാണി അരി എപ്പോൾ നിങ്ങൾ മേടിച്ചാലും ഇതിൽ ഡിപ്പെൻഡാണ്. അല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ള കടക്കാരാണെങ്കിൽ ചോദിക്കണം ഇത് വേവുള്ളതാണോ അല്ലയോ എന്ന്. അപ്പോൾ ഇത് വേവുള്ളതായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനൊരു 20-25 മിനിറ്റ് കുതിർക്കാൻ ഇടാൻ പോവാണേ. അപ്പോൾ നമ്മളിത് ചോറ് വെക്കാനായിട്ട് സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അരിയുടെ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിന് 1.25 എടുക്കാറുണ്ട്, 1.5 എടുക്കാറുണ്ട്, 2 എടുക്കാറുണ്ട്. കുക്കറിലാണെങ്കിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള അളവിലായിരിക്കും വെള്ളം എടുക്കുന്നത്. ഇത്തിരി വേവുള്ളതുകൊണ്ടേ അരിയൊന്നും വേസ്റ്റാക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് ഇടാം. എനിക്ക് തോന്നുന്നു എത്രയും കുതിരുന്നോ അത്രയും നല്ലതാണെന്ന്. ഇത് നല്ല കട്ടിയുള്ള അരിയാണേ. നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല വേവുണ്ടെന്ന്. നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചിട്ടു അടച്ചു വെച്ചേക്കാം. ഒരു അരമണിക്കൂറൊക്കെ കുതിർന്ന ശേഷം കണ്ണോപ്പയിൽ വിട്ട് വെള്ളം വാലാനായിട്ട് എടുത്ത് മാറ്റുമേ. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ടി മന്തി മസാലയെന്നും പറയാം വേണ്ടി എടുത്തിരിക്കുന്നത് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു മന്തി മസാല. 2 ടേബിൾ സ്പൂൺ മല്ലി. ഇത് മുഴുവനേ ഉള്ള മല്ലി കഴുകി ഉണക്കി വെച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ കഴുകിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവനേ ഉള്ള കുരുമുളക്, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ, 1/4 ടീസ്പൂൺ അയമോദകം, അതായത് അജ്വൈൻ എന്ന് പറയും അയമോദകം. ഇതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ അയമോദകം യൂസ് ചെയ്യാറുണ്ട്. കന്നഡക്കാർ പല റെസിപ്പികൾക്കും, അതായത് മീൻ ഫ്രൈ ചെയ്യുന്നതിലും ഒക്കെ ഇത് ചേർക്കാറുണ്ട്. പിന്നെ നമ്മുടെ ജീരകം, സാദാ ജീരകം, നല്ല ജീരകം 1 ടീസ്പൂൺ, ജാതിപത്രിയുടെ 1 തുണ്ട്, പിന്നെ പട്ട ചെറിയ സൈസിൽ ഒരു 5 പട്ട എടുത്തിട്ടുണ്ട് ഈ അളവിൽ. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ പെരും ജീരകം. പിന്നെ എടുത്തിരിക്കുന്നത് 5 ഏലക്ക. ഈ ഏലക്കായ്ക്ക് പകരം വലിയ ഏലക്ക, കറുത്ത കളറിലെ ഏലക്ക കിട്ടുമല്ലോ, അതുണ്ടെങ്കിൽ അത് 2 എണ്ണം ഇട്ടാലും മതിയേ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് ആവശ്യമുള്ള മസാല നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുക്കാം, ബാക്കി പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത്രയൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ അത് മസാല നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് മസാല ഇടാം. ഞാനിവിടെ 6 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ കണക്കാക്കിയാണ് ചേർക്കുന്നത്. 2 സ്പൂൺ മസാല ഇട്ടു, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി എരി അനുസരിച്ച് ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ല എരിയുള്ള മുളക് പൊടിയാണിത്. ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. ഇനി ഇതിനകത്ത് ഇത് നന്നായിട്ട് വരയണം. ചിക്കൻ മുഴുവനേ ഉള്ളത് വേണമെങ്കിൽ എടുക്കാം. മന്തി എന്ന് പറയുമ്പോൾ പൊതുവെ ചിക്കൻ ഒത്തിരി മുഴുവനേ ഇട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിനുശേഷം ഇത് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ ആദ്യമേ തന്നെ ഇതങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ലത്. ഇതിനകത്തൊക്കെ ഒന്ന് നന്നായിട്ടത് പിടിക്കണേ, അതിന് വേണ്ടിയാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂറൊക്കെ പുറത്ത് വെക്കണ്ടെങ്കിൽ
ആ ജീരകത്തിൻ്റെയും അയമോദകത്തിൻ്റെയും ഒക്കെ ഒരു സെപ്പറേറ്റ് മണമാണ് വരുന്നത്. നമ്മൾ ആർക്കും പരിചയമില്ലാത്ത ഒരു മസാലയാണ് ഈ മസാലക്കൂട്ട്. നമ്മളെടുത്ത മസാലയും കറക്റ്റാണ് കേട്ടോ, കണ്ടോ, അധികം ഒന്നും ബാലൻസ് ഇല്ല. ഇതിലേക്ക് ആദ്യമേ ചേർക്കേണ്ടതായിരുന്നു കേട്ടോ, വിട്ടുപോയതാണ്. പല കാര്യങ്ങളും എടുത്ത് അടുത്ത് വെക്കും, വിട്ടുപോകും. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. നാരങ്ങ നീരനുസരിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആവാം. ഞാൻ ചെറിയ 3 മുറി നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ടേ. അപ്പം നിങ്ങളിതുപോലെ ചെയ്യരുത്. ആദ്യം തന്നെ നാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ടേ ചെയ്യാവൂ. ഓക്കെ ആയി. നമുക്കിത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളമായി. നല്ല മണം വരുന്നുണ്ട്. സത്യം പറഞ്ഞ ന്യൂസനിവിടെ പൊരിച്ച കോയിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. നല്ല കളർഫുള്ളാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങാം. ഇത് ഗ്രില്ല് ചെയ്യാനോ? അല്ലല്ലോ. പിന്നെ അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ അടുപ്പിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ഗ്യാസ് അടുപ്പിൽ ചെയ്താൽ മതി കേട്ടോ. കാരണം നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കാറുണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടുപ്പിൽ ചെയ്യുന്നതേ ഉള്ളൂ. പരുവത്തിനുള്ളൊരു പാത്രം വെച്ചു, അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇതുപോലെ ഒരു സ്റ്റാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ പരുവത്തിനുള്ള പാത്രം വെക്കാം. നമ്മൾ വെക്കുന്നത് ഡയറക്റ്റ് വെള്ളവുമായിട്ട് ടച്ച് ആവാതിരുന്നാൽ മതി. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറരുത്, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം അതിട്ടു, സ്റ്റാൻഡ് പോലുള്ളത്. അതിനുശേഷം ഇതാണ് വെച്ചിരിക്കുന്നത്, കണ്ണോപ്പ പോലുള്ളത്. വെള്ളം തിളച്ച് അതിൻ്റെ മണ്ടയിലോട്ട് കയറാതിരിക്കാൻ ശ്രമിക്കണം. ഇത് നല്ല അടുപ്പ് ചൂടായി കിടക്കുക. ഇനി ഇതൊന്ന് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് അടഞ്ഞിരിക്കത്തക്ക രീതിയിൽ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് അടച്ചിട്ടുണ്ട്. കാരണം ചിക്കൻ്റെ ഉള്ളിൽ വേവണം, ആവിയിലാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പം അതിനിത്തിരി ടൈം എടുക്കും. അപ്പം നമ്മുടെ ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ചൊക്കെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, ബേ ലീഫ്, അതിലേക്ക് വലിയൊരു സവാള. ഇവിടെ ഒരാൾക്ക് വിശന്ന് വേറെ ഒന്നും തിന്നാനില്ല. പീനട്ട് ബട്ടർ എടുത്തുകൊണ്ട് പോയി തിന്നുവാണ്. രാവിലെ പരിപാടി തുടങ്ങിയതാണ്. 1-2 പേര് വന്ന കാര്യം പറഞ്ഞിരുന്നു. ദിവസം നാണം വരുന്നു, ഞാൻ പോട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് നാണോ? ഒരിത്തിരി ഒന്ന് നന്നായിട്ട് കളറാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിടാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ അണ്ടിപ്പരിപ്പ് കുറവാണ്, ഉള്ള 2 എണ്ണം കൊണ്ട് അതിടുവാണേ. അപ്പോൾ നിങ്ങൾ നെയ്ക്കകത്ത് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ കുറച്ച് മുന്തിരി കൂടി ഇടുക. ഈ ഒരു വിറവ് വെച്ചായിട്ടേക്കുന്നത്, പക്ഷെ നല്ല ചൂടുണ്ടേ അടുപ്പിന്. ഉള്ളി ഏകദേശം വേണ്ടു, ഒത്തിരി അങ്ങ് ഫ്രൈ ആയിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തീർന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാല ഇല്ലേ, അതിനകത്തുനിന്ന് ഒരു ടീസ്പൂൺ മസാല, ലേശം കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കൂടെ മസാല ഇടുവാണേ. അപ്പം ഞാൻ വെള്ളം എടുക്കുന്നത് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള അളവിലാണേ. 3 ഗ്ലാസ് അരി എടുത്തായിരുന്നു, 6 ഗ്ലാസ് വെള്ളം. ആവശ്യത്തിന് ഉപ്പ്. ഞങ്ങൾ റൈസ് ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ അല്പം ഉപ്പ് മുമ്പിട്ട് നിൽക്കണം. പച്ചമുളക്, നമ്മൾ വേറെ മസാലയായിട്ട് എരിയുള്ള മസാലയൊന്നുമില്ല. ചിക്കന് എരിയുണ്ട് എങ്കിലും നമ്മുടെ റൈസിന് ഇത്തിരി വേണമല്ലോ എരി. 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എരി അനുസരിച്ച് ഇടാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 മണിക്കൂർ കൂടുതൽ ഇത് കുതിർത്തിരുന്നു. അതിനുശേഷം കണ്ണോപ്പ വെച്ചിട്ട് ഒത്തിരി നേരമായി.
അങ്ങനെ ഇരുന്ന് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്ക് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിം ഇടാം. ഇപ്പം വേണ്ടേ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നന്നായിട്ട് ഇത് ആവി വന്ന് വെന്തു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലിനകത്തു നിന്നൊക്കെ വിട്ടു തുടങ്ങി. ഇത് കണ്ടോ, എല്ലാത്തിനകത്തുനിന്നും വിട്ടു തുടങ്ങി. ഇനി അത് ഇത്തിരിയും ഒന്ന് ഗ്രില്ല് ചെയ്യുന്ന കണക്ക് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്യുന്നത് പോലെ ആക്കിയെടുക്കണം. ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്ക്ക് പകരം എണ്ണ വേണേലും യൂസ് ചെയ്യാം. ഇതൊന്ന് 2 സൈഡും ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. റൈസിൻ്റെ വേവൊന്ന് നോക്കട്ടെ. അത്യാവശ്യം വേവുണ്ട്. മറ്റേ അരിയാണെങ്കിൽ സാധാരണ ഇത്ര ആകുമ്പോഴത്തേക്കൊരു 60% വേവാവുന്നതാണ്. നെയ്യ് കൂടാതെ ലേശം എണ്ണയും കൂടെ ഒഴിച്ച് രാവിലെ 2 കൂട്ടർ ഇവിടെ വന്നു. ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇച്ചിരി സമയം പോയി. ഇപ്പം മണി 1:30 ആയി. നല്ല എപ്പോഴേ ആയില്ലേ? ഞങ്ങളെ കാണാൻ വന്നവരാ. റൈസിൻ്റെ വെള്ളം ഏകദേശം വറ്റി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു കഴുകി വൃത്തിയാക്കിയ ടവല് എടുത്ത ശേഷം നല്ലൊരു ടവലിട്ടു കഴുകി വൃത്തിയാക്കിയത്. അതിനുശേഷം ഇത് നന്നായിട്ട് അടയ്ക്കാം. നന്നായിട്ട് അടച്ചു. എന്നിട്ട് ഇതിങ്ങനെ മേപ്പോട്ടിട്ട് കൊടുക്കാം. ഒന്ന് ദമ്മാവട്ടെ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിനകത്ത് മല്ലിയിലേക്ക് ഇടുവോ? ഇതിനകത്ത് വേണമെങ്കിൽ ഇടാൻ. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ഈ അരി കുഴയത്തില്ലെന്ന് പറഞ്ഞായിരുന്നു അവർ. വെള്ളം ഇത്തിരി കൂടി വറ്റാനുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് ഇത്തിരി ഒന്ന് കരിക്കട്ട വെച്ച് നമുക്കൊന്ന് ദം ചെയ്യണം. ഇപ്പോൾ ചെറിയ ഒരു കിണ്ണോ അങ്ങാണോ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ അടുപ്പിനകത്തുള്ള കരി ഇല്ല എന്നുണ്ടെങ്കിൽ കരി എടുത്തിട്ടേ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ചൊന്ന് കത്തിച്ചിട്ട് അതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്താലും മതി. അത്യാവശ്യം ഇത്രയും മതി. നല്ല കനല. കൈ പൊള്ളിക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പുകയും. ഇനി വീണ്ടും ഇങ്ങനെ നല്ലപോലെ അടച്ചു വെക്കാം. ആ പുകയൊന്നും പുറത്തു പോവാതെ. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. റൈസ് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. നമ്മുടെ റൈസ് നോക്കിക്കേ, ഒന്നിലൊന്നേ തൊടാതെ കണ്ടോ എന്ത് പെർഫെക്റ്റ് ആണെന്ന് കണ്ടോ. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിച്ചിട്ട് കറക്റ്റായിട്ടുള്ള റിവ്യൂ പറ. ഇതിനകത്ത് ചെറിയൊന്നും ഇടത്തില്ല. അതിനകത്ത് ചെറിയ ഇടൂല്ല. പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. ഫ്രൂട്ടിയോ നല്ല രുചിയുണ്ട്. ഞാൻ തിന്നുന്നത് കാണുമ്പോൾ എല്ലാവർക്കും പൊതുവെന്ന് പറയാറുണ്ട്. ആത്മാർത്ഥമായിട്ട് പറ എങ്ങനെയുണ്ടെന്ന്, ഹൃദയത്തിൽ നിന്നും. ഇത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴേ മണം അടിക്കുന്നുണ്ട്. ചിക്കൻ നോക്കിക്കേ ചേച്ചാ, നന്നായിട്ട് വെന്തോന്നു. വേണ്ടേ, തൊട്ടുടനെ ഇളകിയിരുന്നു. കാലമൊക്കെ എന്നെടുത്ത് കാണീര്. ചിക്കൻ എന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ. യോ നിൽക്കേ, ഞാനൊരു ഇതെടുക്കട്ടെ. അത് രണ്ടുകൂടെ പിടിച്ച് തിന്നാൻ നിൽക്കുന്നത്. ഓരോന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമായിരുന്നു. രണ്ടുകൂടെ പിടിച്ച് ആ സ്മോക്കി ഫ്ലേവർ കിട്ടുന്നുണ്ടോ? അതായത് ആ പുകയുടെ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു. പറയുന്ന കണക്കല്ല, നല്ല ഒന്നാന്തരം സംഭവമാണ്. ഒരു പ്രത്യേക മസാലയാണ് ഇതിന്. മറ്റേ അരിയാണോ ഈ അരിയാണോ നല്ലത്? രണ്ടും നല്ലതാണ്. വേവിച്ചിലൂടെ ഉണ്ട് ഇതിന്, കുഴപ്പമില്ല.
ഞാൻ നല്ലൊരു കുതിർത്തായിരുന്നു കുറച്ച് കൂടുതൽ നേരമേ, അതുകൊണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ട് വന്നറിഞ്ഞില്ല. അപ്പോൾ നിർത്തട്ടെ. ജോസഫ് സമാധാനത്തോടെ കഴിച്ചു. സാധാരണ ക്യാമറ ആയതുകൊണ്ട് ജോസഫ് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എളുപ്പമാണ്. ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിഷ് ട്രൈ ചെയ്യാം. ഒട്ടും ഫെയിലാവാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന അരി ഒന്നുകൂടെ പറയാം, ഇന്ത്യ ഗേറ്റ് ബാസ്മതി ഗോൾഡ്. അപ്പം വീഡിയോ നിർത്തട്ടെ. രാവിലെ തുടങ്ങിയതാണ്, ഇടയ്ക്ക് കുറേ സമയമല്ലാതെ പോയി. ഇനി ഞാൻ ശോശാനാണെങ്കിൽ പറയുമോ ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള മതി കേട്ടോ. അപ്പോൾ ചിക്കനിൻ്റെ ലെഗ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ചിക്കൻ അല്ലാത്ത പീസ് മുഴുവനെയുള്ള ചിക്കൻ ഇട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സെയിം പ്രോസസ്സിങ് ചെയ്യാം. ഫുൾ ചിക്കൻ വെച്ചിട്ട് അങ്ങനെ വേണേലും ചെയ്യാം, അല്ലാതെ പീസ് ചിക്കൻ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ എല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതുപോലെ വേറെ വേറെ മസാലകൾ വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ജോസാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എല്ലാവരും നമ്മളെ കാണുക, കമൻ്റ് എടുക്കുക, അതിന് മറുപടി തരാം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലസ് യു.